ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം അതിൻ്റെ ഉപയോഗം പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ തവണ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയുമേ വന്ന് നിൽക്കണം. ഇനി 2 ത്രെഡ് കൂടി ചെയ്യാനുള്ളൂ. അപ്പോൾ അത് കൈയോടെ ഒന്ന് മാറ്റിയിടണം കേട്ടോ സേഫ്. അതല്ലെങ്കിൽ അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കില്ല, നമ്മളതിനിടയിൽ വന്ന് പിന്നെ കയറ്റി ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത സർവീസിൽ മിക്കവാറും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. നമുക്ക് തൽക്കാലം ഇപ്പോൾ ക്ലീൻ ചെയ്ത് കയറ്റിയിടാം, എയറൊക്കെ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റായാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നായാലും ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ സെറ്റ് അതിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ റോളറിൻ്റെ തേയ്മാനം ചെറുതായിട്ടൊരു കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യേണ്ട, മാക്സിമം ഉപയോഗിക്കുക, പരമാവധി ആയിട്ട് നമുക്ക് ചെയ്താൽ മതി. നമ്മൾ ഓരോ സർവീസിലും അഴിച്ച് ചെക്ക് ചെയ്യണതാണ്. തന്നെയല്ല ഈ വേരിയേറ്റർ ബോഡി ആയാലും ബോസ് ഡ്രൈവും തമ്മിൽ ചെറിയൊരു പ്ലേയിങ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് എഫക്റ്റ് കാണിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വരുമ്പോൾ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ക്ലച്ച് സൈഡിൽ നിന്ന് ഒരു മുഴക്ക സൗണ്ടായിട്ട് അവർ വരുള്ളൂ. അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കെടുക്കും എന്ന് വേണം വിചാരിക്കാനായിട്ട്. അങ്ങനെ വലിയ പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് ഈ ബുഷ് സെറ്റും ഈ വീലും ഈ ബോസ് ഡ്രൈവ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അത് ഓട്ടോമാറ്റിക്കായിട്ട് തേയ്മാനം വന്നതിൻ്റെ അനുസരിച്ച്, അതായത് നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് തേയ്മാനം വന്ന വീലുകളാണത്. കാരണം ഈ സൈഡിൽ ക്ലച്ച് സൈഡിൽ നമുക്ക് അതിൻ്റെ ഓയിലോ കാര്യങ്ങളോ ഒന്നുമില്ല ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട്. മാനുവലായിട്ട് തന്നെയാണ് നമ്മൾ ഗ്രീസിങ് ഒക്കെ നടത്തുക. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും അത് മാക്സിമം അതിൻ്റെ നല്ല രീതിയിൽ ലോഡ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. മാക്സിമം ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത സർവീസിൽ ഒരു പക്ഷേ നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നേക്കും. ഈ സർവീസിൽ നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യേണ്ട. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് പറഞ്ഞ യൂണിറ്റാണിത്. CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം മൂവ്മെൻറ്റ് പാർട്സുകൾ കൂടുതലുള്ള ഭാഗമാണ്. അപ്പോൾ അതിനത് ഇവിടെ അത്യാവശ്യം തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, കണ്ടീഷൻ നോക്കുന്നുണ്ട്. ബെൽറ്റ് ഓക്കെയാണ്, പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കിക്കറിൻ്റെ വീല് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് വിടണം. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇന്നർ കവർ ഈ സൈഡ് ചെറിയൊരു പൊട്ടൽ വീണുണ്ട് കേട്ടോ. അത് കുറച്ച് നാളുകളായിട്ട് അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് ഞാൻ അത് ശരിക്കും ആക്സിലേറ്റർ കേബിൾ ചേഞ്ച് ചെയ്തിടാം, മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളായാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കേബിൾ, ബ്രേക്ക് ലൈനർ, ക്യാം അതൊക്കെ ഒന്ന് നമുക്കത് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ലിങ്ക് സസ്പെൻഷനാണ് ഫ്രണ്ട് വരാം, അതും നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് അടുത്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്ന സമയത്തുണ്ടല്ലോ അതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫിൻ്റെ പ്രോബ്ലം തൊട്ടടുത്തെങ്ങാനും കാണിക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ ആണെന്ന് മനസ്സിലാക്കുക, ബാറ്ററി ചേഞ്ച് ചെയ്ത് വയ്ക്കുക കേട്ടോ. ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ചിലപ്പോൾ നെക്സ്റ്റ് സർവീസ് വരെയൊക്കെ കിട്ടിയേക്കും. എന്നാലും പരമാവധി കംപ്ലയിൻറ്റ് ആവുന്നവരെ, അതായത് മാക്സിമം ഉപയോഗിക്കുക. കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി, നമ്മളത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യുക കേട്ടോ. ബാറ്ററി മാറ്റാനാണ് പറ്റുള്ളൂ. ഒരു ഡ്രൈ ടൈപ്പ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ അഴിച്ച് നമ്മൾ ചാർജ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കംപ്ലയിൻറ്റ് മാക്സിമം ഉപയോഗിക്കുക, അതിന് ശേഷം മാറ്റിക്കളയുക. പിന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമായാലും നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗ് മാറ്റേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ കൂടി കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസുമായിട്ടുള്ള വർക്കാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് വന്നേക്കണേ. അതിന് പുറമെ വന്നേക്കണ വർക്ക് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ മാറ്റാമെന്നുള്ളതാണ് അതിന് പുറമെ വന്നേക്കണ വർക്ക്. അപ്പോൾ അത് നമുക്ക് ജനറൽ സർവീസിൽ വന്നല്ല, ആക്സിലേറ്റർ കേബിൾ മാറണമെങ്കിൽ ബോഡി കിറ്റ് കാര്യങ്ങളൊക്കെ അയച്ചിട്ട് വേണം നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. അത് നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ്. ബാക്കിയത്തെ ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തി. അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കേബിൾ അടക്കം മാറ്റുമ്പോൾ അതിന് ലേബർ ചാർജിലും വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ജനറൽ സർവീസും ആക്സിലേറ്റർ കേബിൾ ചേഞ്ചിങ്ങും അതിൻ്റെ പാർട്സുകൾ, ആക്സിലേറ്റർ കേബിളും എഞ്ചിൻ ഓയിലും അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വണ്ടി വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ, കുറച്ച് ലേറ്റാണെന്ന് തീരുള്ളൂ. ഓക്കെ.